ഡോക്ടർ പി സരിൻ പൊതുസമൂഹത്തോട് പ്രതിജ്ഞാബദ്ധനായ ചെറുപ്പക്കാരനാണെന്ന് ഇ.പി. ജയരാജൻ. സരിൻ ഉത്തമനായ സ്ഥാനാർത്ഥിയാണ്. ജനസേവനത്തിനായി ജോലി പോലും രാജിവെച്ചുവെന്നും ഇ.പി. ജയരാജൻ. ആത്മകഥയിൽ സരിനെ കുറിച്ച് എതിരഭിപ്രായമുണ്ടെന്ന് പുറത്തു വന്നതിന് പിന്നാലെയാണ് സരിനെ പുകഴ്ത്തി ഇ.പി. രംഗത്ത് വന്നത്. സ്വർണം കടത്തിയ കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെതിരായ വ്യാജ ഡിഗ്രി കേസിൽ വഴിത്തിരിവ്. കേസിലെ രണ്ടാം പ്രതി മാപ്പുസാക്ഷിയായി. സ്വപ്നയ്ക്ക് വ്യാജരേഖയുണ്ടാക്കിയ സച്ചിൻ ദാസിനെയാണ് മാപ്പുസാക്ഷിയാക്കിയത്. വിധി എഴുതി വയനാടും ചേലക്കരയും. വയനാട്ടിൽ പോളിംഗ് ശതമാനം മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുത്തനെ കുറഞ്ഞു. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് അനുമതിയില്ലാതെ ആനകളെ കൊണ്ടുവരാനാകില്ലെന്ന് ഹൈക്കോടതി. ആനകളെ എഴുന്നള്ളിക്കുന്നത് സംബന്ധിച്ച് മാർഗരേഖ പുറത്തിറക്കുമെന്നും സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമായിരിക്കും മാർഗരേഖ ഇറക്കുന്നതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലെത്തി. പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്ന ജോ ബൈഡനുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തി. ഹസ്തദാനം ചെയ്താണ് ബൈഡൻ ട്രംപിനെ സ്വീകരിച്ചത്.